ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡ്യുവൽ വോയിസ് കോയിൽ സബ്വൂഫർ, അതായത് DVC സബ്വൂഫേഴ്സ്. ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് സാധാരണ കിട്ടുന്ന സബ്വൂഫേഴ്സ്, അതായത് സിംഗിൾ വോയിസ് കോയിൽ സബ്വൂഫേഴ്സിനേലും സുപ്പീരിയർ ആണോ, കൂടുതൽ പെർഫോമൻസ് തരുമോ എന്നെല്ലാം നമുക്ക് ഇന്നത്തെ കാണാം. പക്ഷേ ഈ സബ്വൂഫേഴ്സിന് ഒരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആംബ് അടിച്ചു പോകും. അപ്പോൾ ആംബ് അടിച്ചു പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഡ്യുവൽ വോയിസ് കോയിൽ സബ്വൂഫർ, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. DVC സബ്വൂഫേഴ്സിൽ അതിൻ്റെ വോയിസ് കോയിൽ 2 ചുറ്റുകളുണ്ടാവും, 2 ഇൻഡിപെൻഡൻറ്റ് കോയിൽസ് ഉണ്ടാവും. അതിൽ കാണുന്നത് ഒറ്റ കോയിലായിരിക്കുന്നില്ല, അത് രണ്ടിനും സെപ്പറേറ്റ് ലീഡ്സ് പുറത്തേക്ക് ഉണ്ടാവും, സെപ്പറേറ്റ് വയർ കണക്ഷൻ ഉണ്ടാവും. ഇത് തമ്മിൽ പരസ്പരം കണക്റ്റഡ് അല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള 2 വൈൻഡിങ് ഒരേ വോയിസ് കോയിലുണ്ടാവും. ഇതാണ് ഡ്യുവൽ വോയിസ് കോയിൽ വരുന്നത്. ഇതുള്ള സബ്വൂഫേഴ്സിനെയാണ് നമ്മൾ ഡുവൽ വോയിസ് കോയിൽ സബ്വൂഫേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്, ഇത് നമുക്ക് പല ഇംപീഡൻസിലും ഇത് നമുക്ക് വയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വോയിസ് കോയിൽസിനുള്ള കണക്ഷൻ മാറ്റിക്കൊടുത്ത് നമുക്ക് ഇത് പല ടൈപ്പ് ഇംപീഡൻസും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഫ്ലെക്സിബിളാണ്. ഇത് മെയിൻലി വരുന്നത് കാർ ഓഡിയോയിലാണ്. ഹോം ഓഡിയോയിൽ വളരെ കുറവേ യൂസ് ചെയ്യുന്നുള്ളൂ. ഹോം ഓഡിയോയിൽ ഇതിന് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. കാർ ഓഡിയോയിലാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻസ് എന്ന് ആദ്യം നോക്കാം. അതായത് നമ്മൾ പാരലായിട്ട് വയർ ചെയ്താൽ, അതായത് ഈ വോയിസ് കോയിലുള്ള പോസിറ്റീവും രണ്ടാമത്തെ വോയിസ് കോയിലിൻ്റെ പോസിറ്റീവും നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലേക്ക്, സ്പീക്കർ ഔട്ടിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവും ഇതുപോലെ തന്നെ പാരലായിട്ട്, മീൻസ് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആംപ്ലിഫയറിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. അതായത് 2 വോയിസ് കോയിലും നമ്മളിപ്പോൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇംപീഡൻസ് 2 ഓം ആയിട്ട് മാറുന്നു. ഇപ്പോൾ 2 ഓം ആയിട്ട് മാറുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇൻ കാർ ഓഡിയോയിലൊക്കെ പവർ കുറഞ്ഞ, മീൻസ് നമ്മുടെ ഹോം ഓഡിയോയുടെ അത്രയും പവർ നമുക്ക് ഉണ്ടാക്കാൻ, ബിക്കോസ് ബാറ്ററിയിൽ നിന്നാണ് അത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയിൽ കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ കറണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് കാർ ഓഡിയോയിൽ വരുന്നത്. പിന്നെ അത് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സീരീസ്, അതായത് ഒരു ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന് മറ്റേതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു, മറ്റേതിൻ്റെ നെഗറ്റീവിൽ നിന്ന് ആംബിലേക്ക് കൊടുക്കുന്നു, പിന്നെ ആംബിൽ നിന്ന് റിട്ടേൺ കണക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ഓം, 2 കോയിൽസ് നമ്മൾ സീരിയൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 8 ഓമാണ് ഇതിൻ്റെ ഇംപീഡൻസ് വരുന്നത്. ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഇല്ല. എസ്പെഷ്യലി കാർ ഓഡിയോയിൽ 8 ഓം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പവർ കുറവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ സബ്വൂഫേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ, ഒന്നിൽ കൂടുതൽ സബ്വൂഫേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന് നമുക്ക് ആദ്യം തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ 2 സബ്വൂഫേഴ്സിനെ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 ഓം കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 4 ഓം 2 സബ്വൂഫേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ 2 4 ഓം സബ്വൂഫറാണോ ഉള്ളെങ്കിൽ ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2 ഓം ആയി പോകും. അപ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളാണ്, ഹോം ഓഡിയോയിലൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് കാർ ഓഡിയോയിൽ നമുക്ക് ഇതുപോലെ 2 എണ്ണം. പിന്നെ വരുന്നത് 4 ഓം ഇൻഡിവിജ്വൽ കണക്ഷനാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ സബ് ആംബ് ഒരു 2.2 ആംബൊക്കെ ആണെങ്കിൽ, അതായത് 2 ചാനലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ചാനലിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഓരോ വോയിസ് കോയിലേക്കും കൊടുത്ത് കൂടുതൽ പവർ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സെപ്പറേറ്റ് എന്താ പറയുക, കൂടുതൽ പവർ നമുക്ക് ഈ ഒരു സബ്വൂഫറിലേക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പലതരം കണക്ഷൻസ് നമുക്ക് ഈ ഡ്യുവൽ വോയിസ് സബ്വൂഫർ കൊണ്ട് നമുക്ക് സാധ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 ഓം ലോഡ് എടുക്കുമ്പോൾ, അതായത് നമ്മളിത് പാരലായിട്ട്, നമുക്കിതിനെപ്പറ്റി അറിയില്ല, നമ്മൾ ഹോം ഓഡിയോയിലാണ് യൂസ് ചെയ്യുന്നത്. ഹോം ഓഡിയോയിൽ ആംപ്ലിഫയേഴ്സ് മിക്കവാറും അതിൻ്റെ മിനിമം ഇംപീഡൻസ് 4 ഓംസ് ആയിരിക്കും. 4 ഓംസിൽ താഴെയുള്ള ഇംപീഡൻസ് അത് താങ്ങില്ല. അതായത് 2 ഓമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടെ കൂടുതൽ കറണ്ട് ഒഴുകുകയും ആ കറണ്ട് കൂടുതൽ ഒഴുകുന്തോറും അതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമേഴ്സും ഔട്ട്പുട്ട് സെക്ഷനും കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ആംപ്ലിഫയർ അടിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം ഓഡിയോയിൽ ഒരിക്കലും നമ്മളിങ്ങനെ 2 ഓം ആക്കി കൊടുക്കുക. നിങ്ങളുടെ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആംപ്ലിഫയർ 2 ഓം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ കണക്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് പാരലായിട്ട് നമുക്ക് 2 ഓമാണ് കൂടുതൽ പവർ കിട്ടുന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ഇല്ലെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുക. സംഭവം ആംപ്ലിഫയർ
പണിയായി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം വരുന്നത്. അപ്പോൾ ഹോം ഓഡിയോയിൽ നമുക്ക് യൂഷ്വൽ സബ്ബുകളാണ് നല്ലത്. സിംഗിൾ വോയിസ് കോയിൽ, നമ്മൾ 2 വോയിസ് കോയിൽ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കതിന് കൂടുതൽ എന്താ പറയുക സൗണ്ട് ക്വാളിറ്റിയോ വ്യത്യാസം ഒന്നും വരുന്നില്ല. അതിൽ ഈ വയറിംഗ് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് പല ടൈപ്പ് വയറിംഗ്, അതും കാർ ഓഡിയോയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ചെയ്യാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അല്ലാതെ ഡ്യുവൽ വോയിസ് കോയിലുണ്ട്, ഇത് ഗംഭീര ബേസ് ആയിരിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിലും സെയിം തന്നെ നമുക്ക് സിംഗിൾ വോയിസ് കോയിലിലും കിട്ടും. മീൻസ് സിംഗിൾ വോയിസ് കോയിലിലും നമുക്ക് സെയിം ബേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡ്യുവൽ വോയിസ് കോയിൽ സബ് വൂഫേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.